നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ഈ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം ആനന്ദത്തിൽ നിന്നും ആനന്ദത്തിലേക്കുള്ള യാത്രയാണ്. ഈ ജീവിതം ഒരു വേദനയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. മിസറീസ് നിറഞ്ഞതാണ്. നമ്മൾ പുറമേ കാണുന്ന അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെ ഫ്ലക്ച്വേഷൻസ് മാത്രം കാണുന്നു, ഏറ്റക്കുറച്ചിലുകൾ മാത്രം കാണുന്നു. പക്ഷെ അവയെ സ്വീകരിച്ചിട്ട്, സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് ഉള്ളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളെ അഭിമുഖീകരിക്കാനും ഉൾക്കൊള്ളാനും ഉള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവും. നമ്മുടെ കോൺഷ്യസ്നസ് വളരുന്നു. കുട്ടിക്കാലത്ത് ഇന്നസെൻസ് ഉണ്ട്. നമ്മൾ ആനന്ദത്തിലാണ് ജനിച്ചത്, ആനന്ദത്തിലാണ് വളരുന്നത്. ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആനന്ദം, നിസ്വാർത്ഥമായിട്ടുള്ള ആ സ്നേഹം, പേരൻസിൻ്റെ അടുത്ത് കിട്ടിയ നിസ്വാർത്ഥമായിട്ടുള്ള ആ സ്നേഹം, അതാണ് നമ്മുടെ ജീവിതത്തിന് ഊർജം പകരുന്നത്. നമ്മൾ ഞാനെന്ന് പറയാൻ തുടങ്ങും. അഹംബോധം ഡെവലപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കാര്യങ്ങൾ അവിടെ വരികയാണ്. അപ്പം എനിക്കത് വേണം, എനിക്കിത് വേണ്ട. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ആനന്ദം ക്രമേണ ഒരു കംഫോർട്ട് സോണിൽ കുടുങ്ങി ഹാപ്പിനെസ് എന്നുള്ള തലത്തിൽ, പ്ലഷർ എന്നുള്ള തലത്തിൽ മാറുന്നു. എനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് സന്തോഷമാവുള്ളൂ, എനിക്ക് എന്തെങ്കിലും അനുഭവിച്ചാലേ സന്തോഷമാവുള്ളൂ. മുമ്പേ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് കുട്ടിയുടെ മടിയിൽ ഇരുന്നാൽ, കുട്ടി അമ്മയുടെ മടിയിൽ ഇരുന്നാൽ, കുട്ടി അച്ഛൻ്റെ കൂടെ ഇരുന്നാൽ സന്തോഷമാണ്. ഞാൻ പലപ്പോഴും വളരെ സന്തോഷത്തോടെ കാണാറുണ്ട് കുട്ടികൾ അച്ഛൻ്റെ കൂടെ സ്കൂട്ടറിലൊക്കെ പോകുന്നു. അച്ഛൻ്റെ പുറകിലിരിക്കുന്നു ചില കുട്ടികൾ ഫ്രണ്ടിലിരിക്കുന്നു, അച്ഛനെ കെട്ടിപ്പിടിച്ചിരിക്കുക. എന്തൊരു കോൺഫിഡൻസ് ആണ്. അവർ അച്ഛൻ്റെ കൂടെ പോകുന്നു, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു, പാർക്കിൽ പോകുന്നു. എന്തൊരു സന്തോഷമാണ് അവർ മുഖത്താര്. ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട്, അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ആ സന്തോഷം, അത് ലോകം കീഴടക്കിയൊരു ഫീലിംഗ് ആണ്. അതാണ് ആനന്ദത്തിൻ്റെ എക്സ്പ്രഷൻ. കുറച്ച് കഴിയുമ്പോൾ പേരൻസ് തരുന്നതിൽ സംതൃപ്തി ഇല്ലാണ്ട് വരുന്നു. കമ്പയർ ചെയ്യാൻ തുടങ്ങും. ആ കുട്ടിക്ക് ഇത്രയും നല്ലതുണ്ട്, എനിക്കത്ര കിട്ടുന്നില്ല. അപ്പോൾ ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ കുറയുകയാണ്. നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും, ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങും. അതോടുകൂടി നമ്മൾ ഈഗോൻ്റെ ആ വലയത്തിൽ കുടുങ്ങിപ്പോവാണ്. കുട്ടിക്കാലത്തു നിന്ന് തന്നെ ഈ ഫാമിലിയിൽ കിട്ടുന്ന ആനന്ദം അത് ഷെയർ ചെയ്ത് നമ്മൾ വളരുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ശരിക്കും ഉള്ളിലാണ് വളർച്ച ആയിരുന്നത്. കുട്ടികൾ വെക്കേഷനിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യണം. വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ആ ഊർജം അതാണ് പിന്നെ പഠിക്കാൻ അവരെ സഹായിക്കുന്നത്. വന്ന ഉടനെ പുറത്തേക്ക് പോവുക,
വേറെ ആരെയൊക്കെ കാണുക, ഇൻട്രാക്ട്, അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തലയിൽ വരും. നമ്മൾ ലഭിക്കുന്ന സ്രോതസ്സിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവാണ്. ഇവിടുന്ന് ലഭിക്കുന്നത് എക്സ്പാൻഡ് ചെയ്യാനാണ് ശരിക്കും ലോകം. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രത്യേകത. അച്ഛനും അമ്മയും സ്നേഹിക്കുന്ന പോലെ നിസ്വാർത്ഥമായുള്ള സ്നേഹം വേറെ എവിടെയും കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങൾ എന്തെങ്കിലും അച്ഛനോട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയോട് പറയുകയാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് അടുത്ത പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ടാവും. ചെറിയ കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരു ഷേവിങ് ബ്ലേഡ് ആയിരിക്കും, ടങ് ക്ലീനർ ആയിരിക്കും, ഒരു പെന്നായിരിക്കും. നീ പറഞ്ഞിരുന്നു അത് ശരിയാക്കിയിട്ടുണ്ട്, വാച്ചിൻ്റെ ബാറ്ററി മാറ്റാൻ ഒക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അച്ഛനും അമ്മയ്ക്ക് ഇതെങ്ങനെയാണ് ഓർമ്മയുണ്ടാവും? ഞങ്ങൾക്ക് എന്താണ്, വേറെ എന്താ ജോലി, നിങ്ങളെപ്പറ്റി ആലോചിക്കുകയല്ലാതെ വേറെ എന്താ ജോലി? ആ നിസ്വാർത്ഥത അത് പരമ്പരാഗതമായിട്ട് നമ്മുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ച് വന്നിരിക്കുകയാണ്. പക്ഷേ അത് എവിടെയോ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പേരൻസിന് കുട്ടികളുടെ ഒപ്പം ഇരിക്കാനും സമയമില്ല, കുട്ടികൾക്ക് പാരൻസിൻ്റെ ഒപ്പം ഇരിക്കാനും സമയമില്ല. കുട്ടികളെ നല്ല എഡ്യൂക്കേഷന് വേണ്ടി ബോർഡിംഗ് സ്കൂളിൽ ചേർക്കുന്നു, ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നു, അവിടുന്ന് മാർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ആനന്ദം ലഭിക്കുന്നില്ല. ചിറ്റ് ചോരെ എന്നുള്ള ഹിന്ദി ഫിലിം കാണുന്നുണ്ടായി. ഒരു കുട്ടി എൻട്രൻസിൽ ജയിക്കാത്തപ്പോൾ ഒരു വലിയ ഉയർന്ന കെട്ടിടത്തിന് മുകളിൽ താഴെ വീണ് ആത്മഹത്യ ശ്രമിക്കുന്നൊരു കഥ. വളരെ നല്ല സിനിമയാണ്. അതെങ്ങനെയാണ് പോകുന്നതെന്ന് സിനിമ കണ്ടാൽ അറിയാം. അപ്പോൾ ഈ തരത്തിൽ കോമ്പറ്റീറ്റീവ്നെസ് വരുമ്പോൾ ആനന്ദം നമ്മൾ നഷ്ടപ്പെടുത്തുക. തോൽവിയാലും ജയായാലും വീട്ടിൽ വരുമ്പോൾ ഒരാശ്വാസമാണ്. തോറ്റാലും വീട്ടിൽ കയറാം, ജയിച്ചാലും വീട്ടിൽ കയറാം. ഇവിടെയാണ് അത് ഷെയർ ചെയ്യേണ്ടത്. സന്തോഷം കിട്ടിയ ആദ്യം ട്രോഫി കാണിക്കേണ്ടത് അച്ഛനെ അമ്മേനെയാണ്, സഹോദരങ്ങളെയാണ്. അത് തോൽവി ഉണ്ടാകുമ്പോൾ ഉടനെ അത് ഷെയർ ചെയ്യേണ്ടത് അവരൊപ്പം തന്നെയാണ്. എനിക്കൊരു ആവശ്യം വരുമ്പോൾ, എന്താവശ്യമായാലും, പൈസയുടെ ആവശ്യമായാലും വേറെന്താ ആവശ്യമായാലും ആദ്യം ചോദിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്, സഹോദരന്മാരാണ്. അവരുടെ കയ്യിലില്ല എങ്കിൽ അവർ ഫ്രീ ആയിട്ട് പറയണം. ഞാനും അത് എന്നോട് ആരും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. ഇല്ലെങ്കിൽ പറയാം എൻ്റെ കയ്യിൽ ഇത്ര സാധ്യമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കാം, ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്നും ഈ തരത്തിലുള്ള ഹെൽപ്പ് കിട്ടാത്തപ്പോൾ പുറമേ പോകും. നല്ലൊരു ഉപദേശം നമുക്ക് പേരൻസിൽ നിന്ന് കിട്ടും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ഇതിപ്പോൾ വേണ്ടടാ എന്ന് സന്തോഷത്തോടു കൂടിയിട്ടാണ് പേരൻസ് പറയുന്നത്. ഇത് വേണ്ട, ഉത്തരവാദിത്വ ബോധത്തോടെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇല്ല, അച്ഛന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരിക്കലും ബൈക്ക് വേണം. എനിക്കറിയുന്നൊരു ചെറുപ്പക്കാരുണ്ട്, വലിയ വിലപിടിപ്പുള്ളൊരു ബൈക്ക് വാങ്ങി. എന്നിട്ട് ആ ബൈക്കിൻ്റെ ചിലവ് വഹിക്കാനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ മാസവും അതിനുള്ള ലോൺ അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ ഉള്ള കണ്ടീഷൻ നോക്കിയിട്ട് വീട്ടിലുള്ള ഓവറോൾ ഹാർമണിക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സഹായകനാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആനന്ദത്തിലാണ്. കാരണം അയാൾ നിസ്വാർത്ഥനാണ്. നിസ്വാർത്ഥത ആനന്ദത്തിലേക്ക് നയിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ത്യാഗം നമ്മൾ അനുഭവിക്കും. വേണ്ട, എനിക്ക് തൽക്കാലം ഇത് വേണ്ട, നമുക്ക് എല്ലാവർക്കും സുഖമുള്ള കാര്യം ചെയ്താൽ മതി എന്നൊരു മാറ്റി നിർത്തുമ്പോൾ അത് ആനന്ദത്തിലെ എക്സ്പ്രഷനായിട്ട് മാറും. ഈ ഒരു ത്യാഗബോധം സൊസൈറ്റിയിലേക്കും രാജ്യത്തിലേക്കും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് പിന്നെയുള്ള ജീവിതം. നമ്മൾ പിന്നെ ഓടി നടക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, പലരെയും കാണാം, പ്രായമായാലും കുട്ടികൾ കല്യാണപ്രായം ഉണ്ടാവും, എന്നാലും ഇവർ പേരിന് പ്രശസ്തിക്ക് ഓടി നടക്കുകയാണ്. പദവിക്ക് വേണ്ടി തല്ലുപിടിക്കുന്നു. അതെന്താ കാരണം? ഇതിൽ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. വരണത് നല്ലത് തന്നെ, നമ്മളതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മെറ്റീരിയലായിട്ട് പ്രോഗ്രസ്സിൻ്റെ കാരണം ഈ ആനന്ദത്തിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സന്തോഷം ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹം കൊണ്ട് നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവരെ വിസ്മരിച്ചിട്ട് സെൽഫിഷായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം നേടണേ അത് നമുക്ക് വിലയില്ലാണ്ടായി മാറും. അത് വെറും മണ്ണായി മാറുന്നു എന്ന് പറയാം. കിട്ടിയാലും ഒരു സന്തോഷം ചെയ്യാണ്ടില്ല. കാരണം ആരും ഷെയർ ചെയ്യാനില്ല. വാത്സല്യം എന്നുള്ള സിനിമയിലുണ്ട്, വീടെല്ലാം സ്വന്തം നില പേരിലാക്കി അനിയൻ സിദ്ദിഖ്, ഏട്ടൻ വീട് വിട്ടു. അപ്പോൾ ഈ വീട് പിന്നെ ശൂന്യമായിട്ട് സിദ്ദിഖിന് തോന്നുകയാണ്. അപ്പോഴാണ് ഏട്ടൻ കിടന്ന ചാരു കസേര ഉമ്മർത്തി വയ്ക്കുന്നു. മനസ്സിലാവണം, ആ ശൂന്യത മനസ്സിലാവണം. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ നേടി, അത് അവസാനം മനസ്സിലാവുന്നത്. ചിലപ്പോൾ മരിക്കാറാകുമ്പോഴേ മനസ്സിലാവുള്ളൂ. നേരത്തെ കൂട്ടി മനസ്സിലായിരുന്നെങ്കിൽ നമ്മളുടെ ആനന്ദം ഉള്ളിലാണ് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ലൈഫ് എത്ര നന്നായേനെ. തീർച്ചയായിട്ടും സ്പിരിച്വൽ ഈ മാറ്റം, ഇതാണ് സ്പിരിച്വൽ പ്രോഗ്രസ്സാണ്. ഇതിലൂടെ മെറ്റീരിയൽ പ്രോഗ്രസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന മെറ്റീരിയലായിട്ടുള്ള വളർച്ചയാണ് ശരിക്കുള്ള വളർച്ച. അത് വരും, ഒരു സംശയമില്ല. എല്ലാവർക്കും അതിന് ഗുണം കിട്ടും. എനിക്ക് മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാവരും. അത് ക്രമേണ സോഷ്യലായിട്ടും
ഉള്ള തലത്തിൽ വേൾഡ് തലത്തിൽ ലോകത്തിലെ തലത്തിലേക്ക് അത് വ്യാപിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഉയർന്നു വരിക, അങ്ങനെയുള്ള ആൾക്കാർ ഭരണത്തിൽ എത്തിച്ചേരുക, അങ്ങനെ ലോകം ശരിക്കും സ്വർഗരാജ്യം തന്നെയായി മാറും എന്നുള്ളതിന് സംശയമില്ല. കാരണം സ്വർഗത്തിൽ ആ ബ്രൈറ്റർ വേൾഡിൽ അധിപനായിരിക്കുന്നത് സ്നേഹമാണ്, ഈശ്വരനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.